ഹായ് ഓൾ, നമുക്കെല്ലാവർക്കും അറിയാം ഈ വർഷം മുതൽ, അതായത് 2024-25 അധ്യയന വർഷം മുതൽ നമ്മുടെ 3ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മാറാണ്. അപ്പം മാറി വന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 3ാം ക്ലാസ് ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ 2 യൂണിറ്റുകളാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്, യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2. ടെൻഡർ ടച്ച് എന്നാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്, ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. 2 പിക്ചേഴ്സ് എന്നിട്ട് അത് കമ്പയർ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ നമ്മുടെ സ്റ്റോറി ബിഗിൻ ചെയ്യാണ്. സ്റ്റോറി അവസാനിച്ചതിന് ശേഷം നമ്മുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ന്യൂ വേർഡ്സ്, ആ പാഠത്തിൽ നിന്ന് പഠിച്ച പുതിയ പദങ്ങൾ, പുതിയ വേർഡ്സ്, അതിൻ്റെ മീനിങ്സ് സഹിതം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് വരുന്നത് പോയം വരുന്നുണ്ട്. അത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. ഒരു സ്റ്റോറിക്ക് ശേഷം ഒരു പോയം ഉണ്ടായിരുന്നു. അതിനുശേഷം ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ 4-5 ആക്ടിവിറ്റീസ് അല്ല, ഇവിടെ നോക്കൂ, ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ആക്ടിവിറ്റീസ് ആണ്. ഈ പാഠവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ആക്ടിവിറ്റീസ് 17 ആക്ടിവിറ്റീസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയാകുമ്പോൾ യൂണിറ്റ് 1 കംപ്ലീറ്റ് ആകുന്നു. ഇതേ ഒരു പാറ്റേണിലായിരിക്കും ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടായിരിക്കുക. അതിനുശേഷം യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യുന്നു. ഫെസ്റ്റീവ് ഫൺ എന്നാണ് യൂണിറ്റ് 2വിൻ്റെ നെയിം വരുന്നത്. യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 1 പോലെ തന്നെ ഒരു ചെറിയ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനെ കുറിച്ചുള്ള ഡിസ്കഷനിലൂടെ ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു സോങ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ സോങ് കൊടുത്തിട്ടുണ്ട്. ആ സോങ് പാടും. ആ ഒരു രീതിയിൽ നല്ലൊരു എൻട്രി ആക്ടിവിറ്റി ഉള്ള ഒരു യൂണിറ്റാണിത്. അതിനുശേഷം സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റോറിക്ക് ശേഷം എന്താണ്, ന്യൂ വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് ഈ ഒരു ചാപ്റ്ററിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂ വേർഡ്സിന് പുറമെ ന്യൂ വേർഡ്സ് ഉണ്ട്, ന്യൂ വേർഡ്സിന്റെ മീനിങ്സ് ഉണ്ട്. അതിന് പുറമെ ചില ന്യൂ വേർഡ്സിന്റെ പിക്ചേഴ്സ് സഹിതം തന്നിട്ടുണ്ട്. ന്യൂ വേർഡ്സിന് ശേഷം ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ യൂണിറ്റില്, ഈ പാഠത്തില് 15 ആക്ടിവിറ്റീസ് ആണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ 17 ആക്ടിവിറ്റീസ് വന്നിരുന്നു. ഈ ചാപ്റ്ററിൽ 15 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്ക്, മാറിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമുക്ക് ക്ലാസ്സുകളും ആക്ടിവിറ്റീസും പഠിക്കാനുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാതും ഈ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്